ഹായ് പ്രിയമുള്ളവരെ, നിങ്ങൾ എപ്പോഴെങ്കിലും മുള്ളുകമ്പിയെ ചെന്ന് കൈ മുറുകെ പിടിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ എന്താ അനുഭവം? അല്ലെങ്കിൽ ഏതെങ്കിലും അറിയാതെ തീക്കനലെടുത്ത് കൈ വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഈ അടുപ്പത്ത് ഇങ്ങനെ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്താ പാല് കാച്ചിക്കൊണ്ടിരിക്കുക, പാലറിയാതെ ഇങ്ങനെ എടുത്ത സമയത്ത് ദേഹത്ത് വീണ് പൊള്ളിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ അറിയാതെ ആസിഡ് നമ്മുടെ ദേഹത്ത് വീണിട്ടുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള അനുഭവം വരുമ്പോൾ ശരീരം വല്ലാതെ വേദനിക്കും, മുറിയുമല്ലേ? അല്ലെങ്കിൽ ഓടിപ്പോയ വഴി തെറ്റിയടിച്ച് വീണ് എല്ല് പൊട്ടിയിട്ടുണ്ടോ? എന്തൊരവസ്ഥയാ, വല്ലാത്തൊരവസ്ഥയല്ലേ? അങ്ങനെ വീഴാനൊന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല. അങ്ങനെയുള്ള ഒരു അനുഭവങ്ങളും ജീവിതത്തിൽ വരരുതെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലേ? പക്ഷേ ശരീരത്തിന് കൊടുക്കുന്ന ഈ കെയർ നമ്മൾ മനസ്സിന് കൊടുക്കാറുണ്ടോ? മനസ്സിൽ പലപ്പോഴും നമ്മൾ ദേഷ്യം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ, വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മുടെ മനസ്സ് കടന്നു പോവുകയാണ്, മനസ്സ് പൊള്ളുകയാണ്, മനസ്സ് മുറിവേൽക്കുകയാണ്, മനസ്സ് തകർന്നു പോവുകയാണ്. അതുകൊണ്ട് ദേഷ്യവും വൈരാഗ്യവും ഒക്കെ വെച്ച് നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കരുത്, മനസ്സിനെ പൊള്ളിക്കരുത്. ആരെങ്കിലുമൊക്കെ നമുക്ക് വേദന തരുന്ന പലതും ചെയ്തിട്ടുണ്ടാവും. വിട്ടുകളയുന്നേ, ലെറ്റിംഗ് ഗോ, പോട്ടെ. അതൊക്കെ വെച്ച് നമ്മുടെ മനസ്സിനെ എന്തിനാ പൊള്ളിക്കുന്നേ?